ശ്രീ കെ പി നൌഷാദ് അലി, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് നാഗ്പൂരിലാണ്. അത് ചരിത്രപരമായി നോക്കിയാൽ അതിന് പല ഘടകങ്ങളുണ്ട്. വേണമെങ്കിൽ അത് RSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന അവരുടെ തട്ടകത്തിൽ പോയി തുടങ്ങിയെന്ന് പറയാം. അംബേദ്കറുടെ പ്രതിനിധാനവും മഹാരാഷ്ട്രയിൽ നിന്ന് അല്ലെങ്കിൽ നാഗ്പൂരിൽ നിന്ന് തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് അവിടെ നിന്ന് തുടങ്ങി. ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റ് ആണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പോയിന്റ്. ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റ് ആണ്. ഞങ്ങൾ BJPയെ നേരിടുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടാണ് എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത് പോലെയാണോ എല്ലാ കാര്യങ്ങളും നടക്കുക എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും രാഹുൽ ഗാന്ധി അങ്ങനെ പ്രഖ്യാപിച്ചു. ഇവിടെ മോദി അദ്ദേഹത്തിന്റെ എന്റെ ഗ്യാരണ്ടിയാണ് എന്റെ വോട്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു. എന്റെ ഗ്യാരണ്ടിയിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് ജനങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് മോദി വേഴ്സസ് രാഹുൽ എന്നുള്ള നിലയിലുള്ള പോരാട്ടമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തപ്പെടുമോ? ഇവിടെ അഭിലാഷേ, ഇവിടെ ഈ വേഴ്സസ് എന്നൊരു സംജ്ഞയിലേക്ക് നമ്മൾ പോയിട്ട് ഈ പോരാട്ടത്തെ ചുരുക്കേണ്ടതില്ല. ഇത് ഒരു ആശയപരമായ പോരാട്ടം തന്നെയാണ്. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. അതിൽ BJP ഒരു വശത്തും മറിച്ച് ആശയമുള്ള മുഴുവൻ കക്ഷികളും മറുവശത്തുമായിട്ടാണ് ഈ രാജ്യത്ത് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടം പുരോഗമിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ നേതാവൊക്കെ കൃത്യസമയത്ത് വരും. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു ആക്ഷനാണല്ലോ, നമ്മളൊരു പൊസിഷനിലേക്ക് അതിനെ ചുരുക്കേണ്ടതില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ പറയുന്ന ഞാൻ വീണ്ടും ഈ ഗ്യാരണ്ടിയെക്കുറിച്ചും ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഈ വാഗ്ദാനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എത്രമാത്രം പൊള്ളയാണിത് എന്ന് നിങ്ങൾ അതിലേക്കൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ മനസ്സിലാവും. ഇവിടെ 9 കോടി ഗ്യാസ് സിലിണ്ടറുകൾ സൗജന്യമായിട്ട് വനിതകൾക്ക് കൊടുത്തു എന്നാ പറയുന്നത്. ആ 9 കോടിയിൽ 90 ലക്ഷം വനിതകളും ഒരു തവണ പോലും അത് റീഫിൽ ചെയ്തിട്ടില്ല. അതിൽ 6 കോടി വനിതകൾ 3 തവണ മാത്രമാണ് അവരുടെ ലബ്ധിക്ക് ശേഷം അത് റീഫില്ല് ചെയ്തത്. കാരണം ഈ വലിയ തുക കൊടുത്തത് മേടിച്ചതിന് ശേഷം ബാങ്കിലേക്കാണ് ഈ സബ്സിഡി വരുന്നത്. ഒരാൾക്കും ഒരു ഉപയോഗമില്ലാത്ത ഒന്നായിട്ട് ആ പദ്ധതി മാറി. ഇവരാകെ പറയുന്നൊരു പദ്ധതി അതാണ്. ബാക്കി എല്ലാ രംഗവും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ നേരത്തെ അത് വളരെ വിശദീകരിച്ച് പറഞ്ഞു. അതിനൊന്നും BJPയുടെ സ്നേഹിതൻ ഗോപാലകൃഷ്ണന് പ്രത്യേകിച്ച് ഉത്തരമില്ലാത്തതിനാൽ ഞാനത് വിടുകയാണ്. അതുകൊണ്ട് ഇത്തരം പൊള്ളയായ നാടകങ്ങൾ ഒരു പക്ഷേ ചില സമയത്തേക്ക് ഇവരുടെ മിടുക്ക് കാരണം കുറച്ച് ആളുകളെയൊക്കെ ആകർഷിച്ചേക്കാം എന്നതിൽ കവിഞ്ഞിട്ട് ഒരു പ്രത്യേകതയും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ നേരത്തെ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇവിടെ തെക്കേ ഇന്ത്യയിലേക്ക് BJP കേന്ദ്രീകരിക്കുകയാണ്, വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ നഷ്ടപ്പെടാൻ ഇടയുള്ളത് ഇവിടെ നിന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതായിരിക്കാം പ്രധാനമന്ത്രിയുടെ പദ്ധതി. തെക്കേ ഇന്ത്യൻ ഇലക്ഷൻ ഗെയിം പ്ലാൻ ഈസ് സ്റ്റാർട്ടഡ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ 28 പാർലമെന്റ് സീറ്റുള്ള കർണാടകയിൽ 27 സീറ്റ് അല്ലെങ്കിൽ 26 സീറ്റും ഇവിടെ BJPയുടെ കയ്യിലാണ്. അവിടെ അവർ പുറകോട്ട് പോകുമോ ഇനി അതോ മുമ്പോട്ട് പോകാൻ വല്ല ഇടമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ യുക്തിക്ക് വിട്ടുതരുന്നു. കേരളത്തിലെ കാര്യം നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിലെ കാര്യം വളരെ ഭംഗിയായിട്ടറിയാം. അവർക്കുള്ള മുന്നണി അവിടെ ഇല്ലാതായിരിക്കുകയാണ്. തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് കോൺഗ്രസ് അവിടെ അധികാരത്തിലേറിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തെക്കേ ഇന്ത്യയുടെ പ്ലാനിനെ കുറിച്ച് കൂടുതൽ വിശദമാക്കേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJPയുടെ 50% സീറ്റെങ്കിലും ഈ തെക്കേ ഇന്ത്യയിൽ കുറയാൻ പോവുകയാണ്. സമാനമായിട്ട് പശ്ചിമ ബംഗാളിൽ കുറയും, മഹാരാഷ്ട്രയിൽ കുറയും, ബീഹാറിൽ കുറയും, അതുപോലെ തന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള അസസ്മെന്റ് അനുസരിച്ച് BJPക്ക് കഴിഞ്ഞ തവണതിനേക്കാൾ സീറ്റ് കുറയാൻ ഇടയുള്ള സംസ്ഥാനങ്ങൾ 1 പശ്ചിമ ബംഗാൾ, 2 ബീഹാർ, 3 മഹാരാഷ്ട്ര. ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ്. അപ്പൊ അതിൽ നിന്നാണ് ബാലൻസ് ചെയ്യേണ്ടത്. ഇനി വടക്ക് കൂടുതൽ വളരാനില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ സീറ്റും അവർക്കാണ്. അപ്പോൾ ഈ തെക്കേ ഇന്ത്യയിൽ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 1 സീറ്റ് മതി. തമിഴ്നാട്ടിൽ 1-2 സീറ്റ് പിടിക്കുക. അവർ കന്യാകുമാരിയൊക്കെ മുമ്പ് ജയിച്ചിട്ടുണ്ട്. കർണാടക നോക്കൂ, കർണാടക നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമല്ലേ? സി വോട്ടറിന്റെ ഏറ്റവും അവസാനത്തെ സർവേ പറയുന്നത് 25 സീറ്റ് വരെ കർണാടകയിൽ നിങ്ങൾ ഭരിക്കുന്ന ഇടത്ത് 28, 25 സീറ്റ് വരെ BJP നേടാമെന്നാണ്. തെലങ്കാനയിൽ അവർക്ക് 4-5 സീറ്റ് കിട്ടാൻ പോലുമുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 2-3 അല്ലെങ്കിൽ 4-5 ആയാൽ പോലും നമ്പർ കൂടും. അപ്പോൾ ഈ പറഞ്ഞ തൃശ്ശൂർ സീറ്റിന് അല്ലെങ്കിൽ തിരുവനന്തപുരം സീറ്റിന് പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ കന്യാകുമാരിക്ക് അല്ലെങ്കിൽ വേറൊരു സീറ്റിന് പ്രാധാന്യമുണ്ട്. നമ്മൾ അങ്ങനെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കണ്ട. അല്ല അഭിലാഷ്, ഇവിടെ ഈ നിങ്ങൾ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി വേണം ഇത് പറയാൻ. തമിഴ്നാട്ടിൽ AIDMKയുടെ സഖ്യകക്ഷിയായിരുന്നു BJP. ഇന്ന് ആ സഖ്യം അവിടെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടും BJP അവിടെ ശൂന്യതയിൽ നിന്ന് സീറ്റുകൾ നേടുമെന്നാണ് താങ്കളുടെ വാദമെങ്കിൽ എനിക്കതിന് മറുപടി ഇല്ല. BJP എന്ന പാർട്ടിയുടെ തന്ത്രങ്ങളെ കുറിച്ച് കോൺഗ്രസിന് അല്ലെങ്കിൽ വേറെ ആർക്കാണ് അത് അറിയേണ്ടത്? ഇന്നിപ്പോ തമിഴ് നാട്ടിലെ പത്രങ്ങളിൽ തമിഴ് ഭാഷയിൽ നരേന്ദ്രമോദി
നമ്മുടെ മരിച്ചുപോയ സിനിമാ നടൻ ക്യാപ്റ്റൻ വിജയകാന്തിനെ കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് കേട്ടോ. DMDK അവർ അരുക്കാക്കാൻ ശ്രമിക്കുകയാണ്. AIADMK ഡിസിന്റഗ്രേറ്റ് ചെയ്തു. ആന്റി DMK ഫോഴ്സസിനെ മുഴുവൻ തങ്ങളിലേക്കാക്കുക എന്നുള്ള രാഷ്ട്രീയം അവരെ സംബന്ധിച്ചുണ്ട്. എപ്പോഴും ഒന്നും കൂട്ടിയാൽ രണ്ടാവില്ല. അഭിലാഷ, ഇവിടെ BJPക്കാരും നരേന്ദ്രമോദിയും അവരുടെ നേതാക്കളും ഒക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ പയറ്റും. നിങ്ങൾ അതൊക്കെ എന്തോ അമാനുഷികമാണ്, അസാധാരണമാണ്, അനിഷേധ്യമാണ്, അനിതര സാധാരണമാണ് എന്നൊക്കെ സ്വയം സങ്കല്പിച്ചിട്ട് ഓരോരോ ആ ഊഹങ്ങളിൽ എത്തിച്ചേരുന്നതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ യുക്തിസഹമായിട്ടാണ് മറുപടി പറയുന്നത്. സി വോട്ടർ 25 സീറ്റാണ് കർണാടകയിലെന്ന്, അത് ശരിയാണ് എന്ന് സപ്പോസ് നിങ്ങൾ വെക്കുക. അവിടെ BJP പുറകിലോട്ട് പോയി എന്നുള്ളതാണ് അർത്ഥം. ഈ സി എന്ന് പറഞ്ഞ TV ഒക്കെ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു BJP വിരുദ്ധ വാർത്ത കൊടുത്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. തെലങ്കാന എന്ന സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഒരു പുതുജീവൻ എടുക്കുകയാണ് വരും മണിക്കൂറുകളിൽ എന്ന് നിങ്ങൾക്കറിയുള്ള കാര്യമാണ്. അപ്പോൾ BJPയും നരേന്ദ്രമോദിയും ഒക്കെ തമിഴ്നാട്ടിൽ തമിഴ് ഭാഷയിലൊരു ലേഖനം എഴുതി, തെലുങ്കിലൊരു ലേഖനം എഴുതി, കന്നഡയിലൊരു ലേഖനം എഴുതി എന്നൊക്കെ വെച്ച് ആ സംസ്ഥാനങ്ങളൊക്കെ തൂത്തുവാരും എന്നാണ് കണക്ക് അവകാശവാദമെങ്കിൽ അതിന് മറുപടി പറയുക സാധ്യമല്ല. നമുക്ക് രാഷ്ട്രീയം മുൻനിർത്തി യുക്തിസഹമായിട്ട് ഒരു വാദം നടത്തിയിട്ട് നമുക്കൊരു കാര്യത്തിൽ നിഗമനത്തിലെത്താൻ കഴിയുകയുള്ളൂ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ 50% സീറ്റ് കുറയുമെന്നുള്ളത് ഞാനൊന്ന് വെട്ടിച്ചുരുക്കാം. ഒരു 1/3 സീറ്റെങ്കിലും BJPക്ക് തെക്കേ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു കോൺഗ്രസ്സുകാരനായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ പല നിരീക്ഷണങ്ങൾ സാധ്യമാവും. 1/3 സീറ്റ് BJPക്ക് നഷ്ടപ്പെടും. ശരി, ഞാൻ